മൾട്ടിപ്ലയേഴ്സ്. ഫിസ്ക്കൽ പോളിസിയിൽ നിന്നും രൂപം കൊണ്ട മൾട്ടിപ്ലയേഴ്സ് ആണ് ഫിസ്ക്കൽ മൾട്ടിപ്ലയേഴ്സ്. ഇവ 3 തരം: ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ, ടാക്സ് മൾട്ടിപ്ലയർ, ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ. അതിലൊന്നാമത്തേത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിനെ KG എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. KG = ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ജി ആണ്. ഡെൽറ്റ വൈ എന്നാൽ വരുമാനത്തിലുണ്ടാകുന്ന മാറ്റമാണ്, ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ഇൻകം. ഡെൽറ്റ ജി എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ചെലവിലെ മാറ്റമാണ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ജി എന്നത് 1/1 - MPCക്ക് തുല്യമാണ്. അതുപോലെ KG = 1/MPSന് തുല്യമായിരിക്കും. അപ്പോൾ 3 സമവാക്യങ്ങൾ നമ്മൾ കണ്ടു. KG = ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ജി, or KG = 1/1 - MPC, or KG = 1/MPS. MPCക്ക് പകരം സ്മാൾ ലെറ്റർ B ഉപയോഗിച്ചാൽ KG കാണാനുള്ള സമവാക്യം 1/1 - B ആയിരിക്കും. അപ്പോൾ KG = 1 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ജി, 1/1 - MPC, 1/MPS, or KG = 1/1 - B. ഫിസ്ക്കൽ മൾട്ടിപ്ലയറിൽ അടുത്തതായി പഠിക്കാനുള്ളത് ടാക്സ് മൾട്ടിപ്ലയർ. KT = ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ വൈ എന്നാൽ സന്തുലിത വരുമാനത്തിലെ മാറ്റമാണ്. ഡെൽറ്റ ടി എന്ന് വെച്ചാൽ നികുതികളിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. KT എന്നാൽ ടാക്സ് മൾട്ടിപ്ലയർ. KT = ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി ആണെങ്കിൽ അത് -MPC/1 - MPCക്ക് തുല്യമാണ്. KT = -MPC/MPS എന്നും വ്യക്തമാക്കാം. MPC കാണാനുള്ള ഫോർമുലകൾ 3 പഠിച്ചു. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി എന്നതാണ് ഒന്നാമത്തേത്. -MPC/1 - MPC. അടുത്തത് -MPC/MPS. MPCക്ക് പകരം B എന്ന അക്ഷരം സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു മറ്റൊരു സമവാക്യത്തിലേക്ക് എത്താൻ കഴിയും. ആ സമവാക്യം -B/1 - B ആയിരിക്കും. -B/1 - B. MPCക്ക് പകരം B എന്ന സിമ്പൽ ഉപയോഗിക്കുമ്പോഴാണ് മറ്റൊരു സമവാക്യം നമ്മൾക്ക് ലഭിക്കുന്നത്. KT = -MPC എന്ന് വ്യക്തമാക്കുമ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് മൈനസ് സിമ്പൽ കൊടുത്തിരിക്കുന്നത്? മൈനസ് സിമ്പൽ കൊടുക്കുന്നതിൻ്റെ കാരണം വരുമാനം മാറുന്നതിൻ്റെ എതിർദിശയിൽ ടാക്സ് മാറുന്നതിൻ്റെ എതിർദിശയിൽ വരുമാനം മാറുന്നത് കൊണ്ടാണ് നെഗറ്റീവ് സിമ്പൽ കൊടുത്തിരിക്കുന്നത്. ടാക്സ് മൾട്ടിപ്ലയർ കാണുന്നതിന് ഉള്ള സമവാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി, -MPC/1 - MPC, -MPC/MPS, -B/1 - B. ഇവിടെ എപ്പോഴും നികുതികൾ കൂടുമ്പോൾ വരുമാനം കുറയുകയും ഉപഭോഗ ചെലവ് കുറയുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് ടാക്സ് മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അടുത്തത് ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ ആണ്. ഇതിനെ യൂണിറ്റ് മൾട്ടിപ്ലയർ എന്നും വിളിക്കുന്നു. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ, ടാക്സ് മൾട്ടിപ്ലയർ എന്നിവ കൂട്ടിച്ചേർത്ത് രൂപീകരിച്ചതാണ് ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ. ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ നമ്മൾ പഠിച്ചതാണ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ജി. അത് 1/1 - Bക്ക് ഇക്വലൻ്റ് ആണെന്നും പഠിച്ചിട്ടുണ്ട്. ടാക്സ് മൾട്ടിപ്ലയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു -B/1 - B. ഇവയെ രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ട് രൂപീകരിച്ചതാണ് ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയർ. ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറായ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ജി പ്ലസ് ടാക്സ് മൾട്ടിപ്ലയറായ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി എന്നിവ 1/1 - B പ്ലസ് -B/1 - Bക്ക് ഇക്വലൻ്റ് ആണ്.
ഇവയെ രണ്ടും തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾക്ക് 1 - b ഡിവൈഡഡ് ബൈ 1 - b ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1 - b ബൈ 1 - b സമം 1 തുല്യമാണ്. അതിനാൽ ബാലൻസ്ഡ് ബജറ്റ് മൾട്ടിപ്ലയറിൻ്റെ തുക 1 ആയിരിക്കും. അതിനാൽ ഇതിനെ യൂണിറ്റ് മൾട്ടിപ്ലയർ എന്നും വിളിക്കുന്നു. ഒന്നുകൂടി പറയാം. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറും ടാക്സ് മൾട്ടിപ്ലയറും തമ്മിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് നിർമ്മിച്ചതാണിത്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ 1 ഡിവൈഡഡ് ബൈ 1 - b ആണെങ്കിൽ ടാക്സ് മൾട്ടിപ്ലയർ -b ഡിവൈഡഡ് ബൈ 1 - b ആണ്. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ -1 - b ഡിവൈഡഡ് ബൈ 1 - b ലഭിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അതിനാൽ ഇതിനെ യൂണിറ്റ് മൾട്ടിപ്ലയർ എന്നും വിളിക്കുന്നു. ഓക്കെ.